ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി വളരെ സജീവമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതാണ്. ആ ചർച്ചയ്ക്ക് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടയിടുകയാണോ ജോസ് കെ മാണി, അതോ പിന്നണിയിൽ ഇപ്പോഴും ചർച്ചകളുണ്ടോ? ദിലീപ്. ഹാഷ്മി, ഇന്ന് രാവിലെ 24 അറിയിച്ച ആ വിവരം, പ്രേക്ഷകരെ അറിയിച്ച വിവരം, കേരള കോൺഗ്രസ് എം LDF-ൽ തുടരും. ഇക്കാര്യത്തിൽ യാതൊരു അനിശ്ചിതത്വത്തിൻ്റെയും ആകാംക്ഷയുടെയും കാര്യമില്ല. കേരള കോൺഗ്രസ് എം LDF-ൽ തുടരും എന്ന പ്രഖ്യാപനമായിരിക്കും, ആ കാര്യമായിരിക്കും ഇന്ന് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അറിയിക്കുക എന്ന കാര്യം, അതിന് സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് ജോസ് കെ മാണി. അതിൽ ലൂക്കായുടെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി ഈ മാധ്യമപ്രവർത്തകരെ ഇന്ന് കണ്ടത് തന്നെ. അതിൻ്റെ തുടക്കം തന്നെ അതായിരുന്നു. ലൂക്കയുടെ 23-ാം അധ്യായം 28-ാം അധ്യായത്തിലാണ് ഈ കാര്യം പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അന്ന് അത് കണ്ടുകൊണ്ട് വിലപിക്കുന്ന സ്ത്രീകളോടാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങൾ വിലപിക്കേണ്ടത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഓർത്താണ് എന്നത്. അത് UDF നേതാക്കൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. തന്നെക്കുറിച്ചോർത്തല്ല വിലപിക്കേണ്ടത്, നിങ്ങൾക്കിനി വരാൻ പോകുന്ന നാശനഷ്ടങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ വിലപിക്കുവിൻ എന്ന രീതിയിലുള്ള പരോക്ഷമായ സന്ദേശമടങ്ങിയ ലൂക്കായുടെ സുവിശേഷം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ജോസ് കെ മാണി ഈ മാധ്യമപ്രവർത്തകരെ കാണാൻ തുടങ്ങിയത് തന്നെ. ഇക്കാര്യത്തിൽ ഇപ്പോൾ യാതൊരു ആകാംക്ഷയ്ക്കോ അല്ലെങ്കിൽ മുന്നണി മാറ്റം എന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾക്കോ അടിസ്ഥാനമില്ല എന്ന കാര്യം ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് എം LDF-ൽ തുടരും. മറ്റന്നാൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് മറ്റന്നാൾ ഈ യോഗം ചേരുന്നത്. LDF-ൻ്റെ മധ്യമേഖലാ ജാഥ ആരു നയിക്കും എന്ന കാര്യത്തിലും ജോസ് കെ മാണി സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. അക്കാര്യവും 24 പുറത്തുവിട്ടിരുന്നതാണ്. ജോസ് കെ മാണി പറയുന്നതിന് മുമ്പ് തന്നെ LDF-ൻ്റെ മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി നയിക്കും. പക്ഷേ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില എന്തെങ്കിലും തരത്തിൽ അടിയന്തര ഘട്ടമുണ്ടാവുകയാണെങ്കിൽ, അത്തരം ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അത് ഡോക്ടർ N ജയരാജ് ആയിരിക്കും. സർക്കാർ ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി MLA-യുമായ ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. നിലവിൽ ജോസ് കെ മാണി തന്നെ ജാഥ നയിക്കും എന്ന നിലയിലാണ്. ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് ഈ ജാഥ ആരംഭിക്കുന്നത് അങ്കമാലിയിൽ നിന്ന്. 13-ാം തീയതി ആറന്മുളയിൽ ഈ ജാഥ അവസാനിക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് 28-ാം തീയതിയാണ്. ബജറ്റ് 1-ാം തീയതിയാണ്. 13-ാം തീയതിയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിക്കുക. ഏതായാലും ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കെല്ലാം ഇപ്പോൾ ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ജോസ് കെ മാണി അതിനെല്ലാം വിരാമം കുറിച്ചിരിക്കുകയാണ്. LDF-ൽ തുടരും കേരള കോൺഗ്രസ് എം. 24 ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. ഹാഷ്മി കുമാർ, ഇവിടെ ഈ പറയുന്ന മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് ജോസ് കെ മാണി. അദ്ദേഹം പറയുകയാണ്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷമുള്ള വിലയിരുത്തലിൽ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ പാർട്ടി പറയുന്ന അന്തിമ തീരുമാനമെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ചില നേതാക്കൾക്കെങ്കിലും നിലപാടുണ്ട് എന്ന് ജോസ് കെ മാണി സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റന്നാൾ 16-ാം തീയതി നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് 8-ാം തീയതി നോട്ടീസ് കൊടുത്തതാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി നോട്ടീസിൽ പറയുന്നത് അടിയന്തര പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നതിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അതിനിടയിൽ നടന്നിരുന്നു, മറ്റു ചില കാര്യങ്ങൾ ഒരുപക്ഷെ ആ ആലോചനയോടെ കൂമ്പടച്ചു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ദിലീപ്. ഹാഷ്മി, തീർച്ചയായും അത്തരം ചർച്ച കേരള കോൺഗ്രസ് എമ്മിൽ വളരെ സജീവമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം കോട്ടയത്ത് അടിപതറിയിരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ UDF അവിടെ വലിയ വിജയം. നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടയാണ് കോട്ടയം. UDF കോട്ടയം ജില്ലയിൽ നേടുന്ന ഏത് വിജയത്തിനു പിന്നിലും കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു എന്നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ തട്ടകത്തിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിനും LDF-നും ഇത്തവണ കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ UDF വലിയ വിജയം നേടി. അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സഹായമില്ലാതെയാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായുള്ള കേരള കോൺഗ്രസ് എം പ്രവർത്തകർക്ക് മുന്നണി മാറ്റം അനിവാര്യമാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ നിലയിലുള്ള കഴിഞ്ഞ തവണ നേടിയതുപോലുള്ള വിജയം നേടണമെന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർച്ച വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടിയാകും എന്നതാണ് പ്രാദേശിക തലത്തിലുള്ള കേരള കോൺഗ്രസ് എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം. അതുകൊണ്ട് മുന്നണി മാറ്റം എന്ന ചർച്ച കേരള കോൺഗ്രസ് എമ്മിൽ സജീവമായിരുന്നു, ഇപ്പോഴും സജീവമാണ്. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യത്തിലൊക്കെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നേക്കാം എന്ന കാര്യത്തിലും തർക്കമില്ല.
പക്ഷേ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ആ നിലപാടിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം LDF-ൽ തുടരും. ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അതുപോലെ തന്നെ മുന്നണി മാറ്റമെന്ന ആവശ്യം വളരെ ശക്തിയായി തന്നെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. സഭാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമുണ്ട്. നിരവധി UDF നേതാക്കളുമായി ഇതിനകം പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചില നേതാക്കളെങ്കിലും നടത്തിയിട്ടുണ്ട്. അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഏതായാലും മുന്നണി മാറ്റം എന്ന അഭ്യൂഹത്തിന് താൽക്കാലിക വിരാമം കുറിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. LDF-ൽ തുടരും എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.